നമസ്കാരം. ആരോഗ്യഭാരതത്തിലേക്ക് സ്വാഗതം. ക്യാൻസറിനെ കുറിച്ച്, ക്യാൻസറിന്റെ വിവിധതരം ചികിത്സയെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയെക്കുറിച്ചും പണ്ടൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. പക്ഷേ ശസ്ത്രക്രിയയിൽ ധാരാളം ആധുനിക പ്രവണതകൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന പല ശസ്ത്രക്രിയാ സങ്കേതങ്ങളും ഇന്ന് ക്യാൻസർ രോഗ ചികിത്സയ്ക്കും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയാ സങ്കേതമാണ് കീഹോൾ സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. റീജിയണൽ ക്യാൻസർ സെന്ററിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ചന്ദ്രമോഹനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പക്ഷെ അതിനു മുമ്പായിട്ട് ശസ്ത്രക്രിയാ രംഗത്ത്, പ്രത്യേകിച്ച് ക്യാൻസർ ശസ്ത്രക്രിയയിൽ ഒരുപാട് നൂതന പ്രവണതകൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ആധുനിക പ്രവണതകളെക്കുറിച്ച്, ശസ്ത്രക്രിയയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതെ, ശസ്ത്രക്രിയ രംഗത്ത് വളരെയധികം പുരോഗമനമാണ് കഴിഞ്ഞ 2-3 ഡെക്കേഡുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് അവയവ പുനർനിർമ്മാണ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ ഓർഗൻ പ്രിസർവേഷൻ എന്നൊരു കൺസെപ്റ്റ് എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ലേസർ ആയിക്കോട്ടെ, മൈക്രോവാസ്കുലർ സർജറി ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ ടെക്നോളജികൾ ഈ ശസ്ത്രക്രിയ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും കഴിഞ്ഞ് അതിനടുത്ത് റോബോട്ടിനെ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു രീതി വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 10, 20, 30 ആശുപത്രികൾ അത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലേക്ക് തന്നെ പ്രവേശിക്കാമെന്ന് തോന്നുന്നു. സാധാരണക്കാർക്ക് സംശയം കാണും, എന്താണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അതുപോലെ കീഹോൾ സർജറി, അതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംശയം ഇപ്പോൾ ആളുകൾക്ക് കാണത്തില്ല. കാരണം പ്രധാന ആശുപത്രികളിലെല്ലാം തന്നെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കീഹോൾ സർജറി എന്നിവ വളരെ പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് ക്യാൻസറിന് എത്രത്തോളം ഫലപ്രദമാണെന്ന കാര്യത്തിലായിരിക്കും ആൾക്കാർക്ക് സംശയമുള്ളത്. അതേസമയം ഇപ്പം നമുക്കറിയാം, ഓപ്പൺ വയറ് തുറന്നൽ ശസ്ത്രക്രിയേക്കാൾ ഉപരി കീഹോൾ വഴി ശസ്ത്രക്രിയ ചെയ്യുന്നതിനാണ് ആൾക്കാർക്ക് താല്പര്യം. ഇപ്പം ചെറിയ ശസ്ത്രക്രിയകളായ ഈ നമ്മുടെ പിത്തസഞ്ചിയിലുള്ള രോഗം, അതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസ്, ഇതിനൊക്കെ ഇത് വളരെയധികം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. അതോടൊപ്പം തന്നെ ആന്റി ഒബീസിറ്റി സർജറി, വണ്ണക്കൂടുള്ളവർക്ക് കുറയ്ക്കുന്ന സർജറി, അത് ഇത്രത്തോളം വളരെ പ്രചാരം നേടാൻ കാരണവും ഈ കീഹോൾ ശസ്ത്രക്രിയയാണ്. പക്ഷെ ക്യാൻസറിന്റെ കാര്യത്തിൽ അത് ഇനിയും കടന്നു വരുന്നതേ ഉള്ളൂ പല സ്ഥലങ്ങളിലും. നമുക്ക് എന്താണ് കീഹോൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താക്കോൽ ശസ്ത്രക്രിയ എന്ന് പറയാം, അതിന്റെ സാങ്കേതികത്വം എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം ഒരു അവയവങ്ങൾ തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ അവയവങ്ങൾ തുറക്കുന്നതിന് പകരം ചെറിയ ഉപകരണങ്ങൾ നമ്മൾ അവയവങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടുന്നു. ഉദാഹരണത്തിന് നമ്മുടെ വയറിനുള്ളിലേക്ക് ഒരു ചെറിയ ക്യാമറ കടത്തിവിടുന്നു. അതിനുശേഷം അതിനകത്തുള്ള അസുഖം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ വലിയ ക്യാമറയൊന്നുമല്ല, വളരെ നേരിയ, അതായത് 1 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ട്യൂബ് വഴിയാണ് ക്യാമറ അകത്തേക്ക് പോകുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് നടക്കുന്ന വയറ്റിനകത്തുള്ള അസുഖം വളരെ വ്യക്തമായിട്ട് വലിയ സ്ക്രീനിൽ വളരെ നല്ലവണ്ണം കാണുന്നതിനും അത് ചികിത്സിക്കുന്നതിനും സാധിക്കും. ആന്തരിക അവയവങ്ങൾ ഏതായാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടുപോകും. ശസ്ത്രക്രിയ ചെയ്യാന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഉപകരണങ്ങൾ? അതിനിപ്പം കീഹോൾ സർജറിക്ക് വേണ്ടി പ്രത്യേക ഉപകരണങ്ങളുണ്ട്. സാധാരണ സർജറിക്കുള്ള ഉപകരണങ്ങളല്ല, വളരെ നേരിയ ഉപകരണങ്ങളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കീഹോൾ സർജറി ചെയ്യാൻ കഴിയും. ഈ ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ സാങ്കേതിക വിദ്യ, പ്രധാനമായിട്ടും ഈ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രശാഖ അത് എത്രത്തോളം വികസിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അതായത് വളരെ നേരിയ ഫൈബറുകൾ വഴി നമുക്ക് നമ്മുടെ ഈ വിഷ്വൽ ഇമേജസ് അത് ട്രാൻസ്ഫർ ചെയ്ത് വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഒരു ശസ്ത്രക്രിയ നടക്കുകയാണെങ്കിൽ ഒരു സർജനെ സംബന്ധിച്ച് ഒരു വളരെ ഡീപ് സീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഓർഗൻ കാണുന്ന ആഴത്തിലുള്ള. പക്ഷേ ഈ ഒരു സങ്കേതം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാഴ്ച ഒരു 10-20 ഇരട്ടി വലുതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സർജന് മാത്രമല്ല, ആ റൂമിൽ നിൽക്കുന്ന എല്ലാവർക്കും, അനസ്തെറ്റിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ട്രെയിനീസ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, എല്ലാവർക്കും എന്താണ് നടക്കുന്നത് കാണാൻ കഴിയും. അതെ, ഒരു വളരെയധികം എഡ്യൂക്കേഷൻ പർപ്പസ് ഇതുപോലെ ഒരു ഉപാധി വേറെ ഇല്ല. കാരണം അത് ട്രെയിനിങ്ങിന് ഇത്രയും ഫലപ്രദമാണത്. ഈ മറ്റ് ശസ്ത്രക്രിയ അപേക്ഷിച്ച് ഇപ്പം ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ്, അതുപോലെ തന്നെ കീഹോൾ ശസ്ത്രക്രിയ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആളാണ്. 2 ശസ്ത്രക്രിയയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, ഡോക്ടർ എന്നുള്ള നിലയിൽ
ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കും? അതെ, എനിക്കത് കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഓപ്പൺ സർജറികളാണ് ചെയ്തു പോകുന്നത്. അപ്പം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതും കൂടി ചെയ്തു പോകുന്നത്. അപ്പോൾ എനിക്കൊരു ഹാൻഡ് ടു ഹാൻഡ് കമ്പാരിസൺ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതിൽ പ്രധാന ഗുണങ്ങളായിട്ട് ഞാൻ കരുതുന്നത്, ഒന്ന്, നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറിന് അത് വളരെയധികം കംഫർട്ടബിൾ ആണ്, വളരെയധികം നന്നായിട്ട് കാണാൻ കഴിയും. വിഷൻ നല്ലതായതുകൊണ്ട് ഈ എന്തെങ്കിലും ചെറിയ തോതിലുള്ള രക്തസ്രാവം പോലും കണ്ടുപിടിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കഴിയും. മാത്രമല്ല, മറ്റ് അവയവങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മറ്റ് അവയവങ്ങൾക്ക് ശസ്ത്രക്രിയ കാരണം എന്തെങ്കിലും ക്ഷതമേൽക്കുന്നതൊക്കെ തടയാനും കഴിയും. പാർശ്വഫലങ്ങൾ പറയും. അത് ഒരു ഡോക്ടറുടെ ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷെ ഒരു രോഗിയെ സംബന്ധിച്ച് പറയുന്നത് വലിയ മുറിവില്ല. അത് തന്നെ അയാളെ സംബന്ധിച്ച് ഒരു വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ മിക്ക പഠനങ്ങളും കാണിക്കുന്നത് ഈ നമ്മുടെ വയറ് തുറന്നൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ നെഞ്ച് തുറന്നൽ ശസ്ത്രക്രിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ശസ്ത്രക്രിയയിൽ ഈ നമ്മുടെ വേദന സംഹാരികളുടെ ആവശ്യം കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ, ആശുപത്രിയിൽ കഴിയുന്ന ദൈർഘ്യം കുറവാണ്. എത്രയും പെട്ടെന്ന് രോഗി തിരിച്ചു പോയിട്ട് തന്റെ ഒരു ദൈനംദിന ചര്യകൾ പുനരാരംഭിക്കുന്ന, അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയുന്നത് കൊണ്ട് ചെലവും ഒരുപക്ഷെ കുറയാൻ സാധ്യത. അതെ അതെ അതെ. അപ്പോൾ മറ്റൊരു കാര്യത്തിൽ ഇപ്പം ഈ മറ്റ് ശസ്ത്രക്രിയ, സാധാരണ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു, അതിനെ അപേക്ഷിച്ച് ചില മെച്ചങ്ങൾ ഇവിടെ പറയുകയുണ്ടായി, ചില ന്യൂനതകളും ഉണ്ടാവില്ലേ? ഉണ്ടുണ്ട്, ന്യൂനതകളുണ്ട്. ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ, ഒരു പ്രധാന ന്യൂനത എന്ന് പറഞ്ഞാൽ ഇതിനുള്ള കോസ്റ്റാണ്. ഒരു ഇനിഷ്യലി ഒരു ഈ ശസ്ത്രക്രിയ കീഹോൾ ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ഉപകരണങ്ങൾ വേണം. സാധാരണ ശസ്ത്രക്രിയ ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഒരു കോസ്റ്റ് എസ്കലേഷൻ ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രധാന ഒരു ന്യൂനത, ഈ ഒരു സാധാരണ ഡോക്ടർ ഒരു വയറ് തുറന്നുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പൺ ശസ്ത്രക്രിയയിൽ വേണ്ട നൈപുണ്യം കിട്ടാൻ വേണ്ട സമയം അതിനേക്കാളും വളരെയധികം കൂടുതലാണ്. അത് ലേണിംഗ് കർവ് എന്നാണ് നമ്മുടെ ഒരു സയന്റിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ ലേണിംഗ് കർവ് ഇതിനെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിന് വൈദഗ്ധ്യം നേടാൻ വേണ്ടി വൈദഗ്ധ്യം നേടാനായിട്ട് ഡോക്ടർക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് ബുദ്ധിമുട്ടാൻ വളരെ ആദ്യത്തെ 1-2 വർഷങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് മാത്രമേ ഇതൊരു ഈ ഡെഡിക്കേഷനേക്കാളും ക്ഷമയാണ് പ്രധാനമായിട്ട് കാണുന്നത്. നമുക്ക് എന്തൊക്കെ ആദ്യത്തെ ആദ്യം നമ്മൾ ഈ ശസ്ത്രക്രിയ സംഘത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കാഴ്ച ശരിയാവില്ല, അത് ശരിയാവില്ല, പിന്നെ ഒരുപാട് അക്സസറീസ് ഉണ്ട്, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ് വെൽ ട്രെയിൻഡ് ആയിരിക്കത്തില്ല. അപ്പം അവരൊക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ട് വരിക, അതോടൊപ്പം ഉപകരണത്തിന് ന്യൂനതകൾ മാറ്റുക, ഉപകരണങ്ങൾ റീപ്ലേസ് ചെയ്യുക, അങ്ങനെ ഒരു ഡെഡിക്കേഷൻ സപ്പോർട്ടും ഇതിന് വേണം. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു, സാങ്കേതിക വിദ്യയുടെ പ്രാമുഖ്യം പറഞ്ഞു, അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു, ക്ഷമയുടെ ആവശ്യം പറഞ്ഞു, ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഈ ശസ്ത്രക്രിയാ സങ്കേതങ്ങൾ കൊണ്ടുള്ള പ്രത്യേക പ്രയോജനം, അല്ലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും? അതെ, പ്രധാനമായിട്ടും നമുക്ക് ഇപ്പം ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്യാൻസറിന് 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന്, രോഗനിർണയോപാധി. രണ്ടാമത്, ക്യാൻസർ സ്റ്റേജ് ചെയ്യുന്നതിന്, എത്രത്തോളം സ്റ്റേജ്, ഏതവസ്ഥയിലാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സങ്കേതം ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ 15 വർഷം മുമ്പ് തുടങ്ങി വന്നപ്പോൾ അത് ആദ്യം ഒരു രോഗനിർണയോപാധിയും സ്റ്റേജിങ് നടത്തുന്ന ഉപാധിയുമായിരുന്നു. പക്ഷേ അത് ഈ പുതിയ ഉപകരണങ്ങൾ വന്നതോടെ, പുതിയ പിന്നെ ടെക്നിക്കുകൾ വന്നതോടെ, ടെക്നോളജി വന്നതോടെ ഈ സംഭവം ഈ ഒരു അതിൽ നിന്ന് മാറിയിട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സങ്കേതമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു, രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് രോഗം എന്നുള്ളതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ചികിത്സക്ക് ഉപയോഗിക്കും. അപ്പം ഈ ക്യാൻസർ അല്ലാതെ തന്നെ മറ്റു പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഈ സർജറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇന്ന് തന്നെ ഈ സംഭാഷണം പല ആളുകളായിട്ട് ഈ കീഹോൾ ശസ്ത്രക്രിയയാണ് ഇന്നത്തെ നമ്മുടെ ദൂരദർശനിലെ വിഷയമെന്ന് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നത്, ക്യാൻസറിന് ഈ കീഹോൾ ശസ്ത്രക്രിയ സാധ്യമാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ്? ഒരു 10 വർഷം മുമ്പ് ഒരു ഡോക്ടർമാർ പോലും അങ്ങനെ ചോദിച്ചിരുന്നു. ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ, ഡയഗ്നോസിസിനും സ്റ്റേജിങ്ങിനും നേരത്തെ പറഞ്ഞ പോലെ റോളുണ്ട്, പക്ഷേ ക്യാൻസർ ചികിത്സിച്ച് മാറ്റാനായിട്ട് ഇന്ന് എത്രത്തോളം ഒരു സാധ്യതയുണ്ട്, എത്രത്തോളം ഉപയോഗമുണ്ടെന്നുള്ള കാര്യം ഒരു 10 വർഷത്തിന് മുമ്പ് ഡിബേറ്റബിൾ ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്കറിയാം, ലോകമെമ്പാടും നടന്ന പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് വയറ് തുറന്നൽ ശസ്ത്രക്രിയ, അതുപോലെ തന്നെ കീഹോൾ ശസ്ത്രക്രിയ, ഇവ തമ്മിലുള്ള ക്യാൻസർ ഇറാഡിക്കേഷനുള്ള ഒരു സാധ്യത അത് ഒരേപോലെയാണ്. മാത്രമല്ല, രോഗിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ രോഗിയുടെ ബുദ്ധിമുട്ടുകൾ, രോഗിയുടെ ഹോസ്പിറ്റലൈസേഷൻ, രോഗിയുടെ വേദന, ഇതൊക്കെ വളരെ കുറവാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള പഠനം, ഇപ്പം ഡോക്ടർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാവുമല്ലോ, ഇപ്പൊ ഇതേ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും പഠനങ്ങൾ നടക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത്
ഈ നമ്മുടെ കുടലിലുണ്ടാകുന്ന ക്യാൻസറുകളാണ്. അപ്പം 1, 3, 4 വലിയ ഒരു പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന കുടൽ ക്യാൻസറിന് ഈ ശസ്ത്രക്രിയാ സംഘം വളരെ ഉപകാരപ്രദമെന്നാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഇടവേളയുണ്ട്. ഒരു ഇടവേള. എടുത്തോ, പോയിരിക്കുമോനെ ത്രാസില്. ചേട്ടാ 15 കിലോ ഗോതമ്പ് തൂക്ക്. ആദ്യം ഇവനൊന്ന് മാറ്റ്. കട്ടി എവിടെ വെക്കും? കൃത്യം 15 കിലോ ഉള്ളവനാ, തൂക്കിക്കോ. ഞാനെന്താ പൊട്ടനാണെന്ന് കരുതിയോ? അപ്പോൾ നിങ്ങൾ കല്ല് ഇഷ്ടികയും വെച്ച് സാധനങ്ങൾ തൂക്കി ഉപഭോക്താക്കളെ പറ്റിക്കുന്നുവോ? അത് ശരിയാ? ശ്രദ്ധിക്കുക, അളവ് തൂക്ക വിഭാഗം അംഗീകരിച്ചിട്ടുള്ള കട്ടികൾ മാത്രം ഉപയോഗിക്കുക. അങ്ങനെയല്ലെന്ന് കണ്ടാൽ ഉടൻ പരാതിപ്പെടുക. അളവ് തൂക്കത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിയാൽ വെള്ളത്തിലാകും അധ്വാനത്തിൻ ഫലം. ചില കാര്യങ്ങൾ മൂലമുണ്ടാകുന്നത് സ്മൈൽ മാത്രമാണ്. ആയുർ ഹെർബൽ ഷാംപൂ റേഞ്ചിനെ പോലെ ഇതിലുണ്ട് പ്യുവർ ഹെർബ്സ്. അത് എപ്പോഴും മുടിയെ ഭംഗിയുള്ളതും ആരോഗ്യമുള്ളതുമാക്കി വയ്ക്കും. ആരോഗ്യഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിനെ സംബന്ധിച്ച ഗവേഷണ പഠനത്തെക്കുറിച്ച് പറയുകയായിരുന്നു. കീഹോൾ ശസ്ത്രക്രിയ ആധികാരികമായിട്ട് അതിന്റെ പ്രയോജനത്തെക്കുറിച്ച്, അത് മറ്റു ശസ്ത്രക്രിയയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഗുണത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിപുലമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അങ്ങയുടെ എക്സ്പീരിയൻസിൽ, അങ്ങയുടെ പഠനത്തിന്റെ ഫലമായി കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്തരത്തിലുള്ള എന്ത് തരം പഠനങ്ങളാണ് നടന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളാം. സ്വതവേ ഇന്ത്യയിൽ പല ക്യാൻസർ ആശുപത്രികളും ഈ ഒരു ചികിത്സാ സങ്കേതം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് പഠനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി. അതായത് ഒരു 30-40ഓളം രോഗികളിൽ കീഹോൾ ശസ്ത്രക്രിയ, അതായത് ക്യാൻസർ, ഈ അന്നനാള ക്യാൻസറുള്ള ആൾക്കാരിൽ കീഹോൾ ശസ്ത്രക്രിയയും അതുപോലെ വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയും ചെയ്യുന്നു. അവരിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ക്യാൻസർ മാറ്റുന്നതിനും ക്യാൻസർ പൂർണ്ണമായും നീക്കുന്നതിനും ഈ 2 ശസ്ത്രക്രിയ രീതികളും ഒരുപോലെയാണ്. അതേസമയം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോസ്പിറ്റലൈസേഷൻ, അതായത് ആശുപത്രിയിൽ കിടക്കുന്ന ദൈർഘ്യം ഈ ശസ്ത്രക്രിയ സംബന്ധിച്ച് 2 ദിവസം കുറവാണ്. മാത്രമല്ല വേദന സംഹാരികളുടെ അളവ് കാര്യമായി കുറവാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗികൾക്ക് തിരിച്ച് അവരുടെ ഒരു ദൈനംദിന ചര്യയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഈ പഠനം അമേരിക്കയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണൽ, അതായത് ഡിസീസസ് ഓഫ് ഈസോഫാഗസ് എന്ന ജേണൽ, അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും ആൾക്കാർക്ക് ഇത്തരം സംശയമുണ്ടാണ്. കാരണം ഈ ക്യാൻസർ പലപ്പോഴും വ്യാപിച്ച ഒരു ഘട്ടത്തിലേക്ക് വളരെ വലിയൊരു സർജറി ചെയ്തെങ്കിൽ മാത്രമേ ഇത് എടുത്തു കളയാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലായിക്കൂടെ ഈ ക്യാൻസറിന് ഇത്തരം ശസ്ത്രക്രിയ അല്ലെങ്കിൽ കീഹോൾ ശസ്ത്രക്രിയ വലിയ ഫലപ്രദമല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ സാധ്യത അതുകൊണ്ടായിരിക്കില്ലേ? അതെ, ക്യാൻസറിനെ സംബന്ധിച്ച് സർജറീസ് ഒക്കെ വളരെ റാഡിക്കൽ സർജറീസ് ആണ്. വളരെയധികം ഉപകരണങ്ങളൊക്കെ വേണം. അത് കീഹോൾ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ വെച്ചിട്ട് ഒരു മധ്യവയസ്കൻ ഞങ്ങളുടെ ആശുപത്രിയിൽ വരുമ്പം അദ്ദേഹത്തിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈസോഫേഗൽ ക്യാൻസർ ആണ് ഡയഗ്നോസ് ചെയ്തിരുന്നത്. അപ്പം പല സ്ഥലത്തും ചികിത്സ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗുജറാത്ത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കീഹോൾ സർജറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം വീട്ടുകാരൊക്കെ പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം വിസമ്മതിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കീഹോൾ സർജറി അദ്ദേഹം അതിന് പകരം കീഹോൾ സർജറിക്ക് ശേഷം അത് ശസ്ത്രക്രിയ ചെയ്ത് ഈ രോഗം പൂർണ്ണമായി മാറ്റിയെന്ന് മാത്രമല്ല അതിനുശേഷം 2-3 വർഷം അദ്ദേഹം വളരെ സുഖപ്രദമായിട്ട് ജീവിച്ചിരിക്കുകയും ചെയ്യും. അതെ, അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അതെ. അപ്പം ഈ ഒരാളെ സംബന്ധിച്ച് ഒരു അക്സെപ്റ്റൻസ്, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അക്സെപ്റ്റൻസ് കീഹോൾ സർജറിക്ക് വളരെ കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പം ഈ വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ ആവശ്യമുണ്ട്, നിങ്ങളുടെ നെഞ്ച് തുറന്നുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ വളരെ വിപുലമായ ശസ്ത്രക്രിയ വേണമെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും രോഗി ഭയപ്പെടുന്നു. രോഗിയുടെ ബന്ധുക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ശസ്ത്രക്രിയക്ക് വിധേയനാക്കണമെന്ന് അല്ലെങ്കിൽ വിധേയമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ രോഗി ചിലപ്പം വില്ലിംഗ് ആണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞു പോകുന്നത് വളരെ ഫലപ്രദമായി പോകും. കാരണം വളരെ ചെറിയ മുറിവുകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് പോകാൻ കഴിയുന്ന സർജറി ഉണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കാൻ. പ്രത്യേകിച്ചും ഇതിന്റെ വ്യത്യാസം വരുന്ന ആദ്യത്തെ 2 ആഴ്ചകളിലാണ്. അത് കഴിഞ്ഞൊരു 1-2 വർഷം കഴിഞ്ഞ് 2 ചികിത്സാ രീതികൾ തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ ആദ്യത്തെ 2 ആഴ്ചയിലുള്ള പ്രയാസം, പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഈസോഫാഗസ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് തുറന്നുള്ള ശസ്ത്രക്രിയയാണ്. അപ്പൊ നെഞ്ച് തുറന്നതിന് ശേഷം രോഗിക്ക് അതികഠിനമായ വേദന ഉണ്ടാകും.
മാത്രമല്ല വളരെയധികം ദിവസങ്ങളോളം വെന്റിലേറ്റർ കിടക്കേണ്ടിയും വരാം. പക്ഷേ ഈ കീഹോൾ സർജറി ചെയ്യുന്ന പല ആശുപത്രികളിലും എനിക്ക് കാണാൻ കഴിയുന്നത് ഈ നെഞ്ച് തുറന്നുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം കീഹോൾ സർജറി ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം വൈകുന്നേരം തന്നെ പേഷ്യന്റ് എഴുന്നേറ്റ് ഇരുന്ന് പത്രം വായിക്കുന്ന എനിക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഇത്രത്തോളം അതെ പ്രത്യേകിച്ചും ഈ ഇത്രത്തോളം ഒരു വ്യത്യാസം ഒരു വേറൊരു ചികിത്സാ സംഘത്തിൽ നിന്ന് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ ശസ്ത്രക്രിയയുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഇപ്പൊ ഏതെല്ലാം ക്യാൻസറിനാണ്? ഒരുപാട് ക്യാൻസർ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും കീഹോൾ ശസ്ത്രക്രിയ ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ സർജറി ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്? അതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഈ അസുഖ നിർണ്ണയത്തിന് ഫോർ എക്സാമ്പിൾ അസുഖ നിർണ്ണയത്തിന് ഇത് നെഞ്ചിനകത്തും വയറിനകത്തുമുള്ള ഒരു ക്യാൻസറുകളിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഒരാൾ സമീപിക്കുന്നു, അയാളുടെ നെഞ്ചിനകത്തോ വയറ്റിനകത്തോ ഒരു കട്ടിയുണ്ട്, വേറൊരു രീതിയിലും നമുക്ക് രോഗനിർണ്ണയം സാധ്യമല്ല. ആ ഒരു ഘട്ടത്തിൽ ഈ കീഹോൾ വഴി നമുക്ക് രോഗം കണ്ടുപിടിക്കുന്നതിന് സാധിക്കും. അപ്പം ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു 10-30ഓളം ആൾക്കാരിൽ നെഞ്ചിനകത്ത് വരുന്ന കട്ടികൾ അത് ഒരു കീഹോൾ സർജറിക്ക് വിധേയരാക്കിയപ്പോഴത്തേക്കും ശരിക്കും അതിന്റെ ഒരു ഡയഗ്നോസിസ് ഈ വലിയൊരു തുറക്കോട്ടമി എന്ന് പറയുന്ന ഈ നെഞ്ചു തുറന്നിലെ ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ നമുക്ക് എത്താൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ലിംഫോമ, അതുപോലെ തന്നെ പിന്നെ ടി ബി ക്യാൻസർ എന്ന് പറഞ്ഞ പല രോഗികൾക്ക് അവസാനം ട്യൂബർകുലോസിസ് ആണെന്ന് തെളിഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ രസകരമായ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയും. അതായത് ഒരു 2 വർഷം മുമ്പ് ഒരു വനിത അവരുടെ നെഞ്ചിനകത്തും ബ്രെയിനകത്തും ഒരു കട്ടി പോലുള്ള സാധനം കണ്ടിട്ട് അത് ക്യാൻസർ ആണ് എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയിട്ട് പല ക്യാൻസർ ആശുപത്രികളിലും കീമോതെറാപ്പി ഒക്കെ എടുത്തു. അവർ അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ റേഡിയേഷൻ എവിടെ പ്ലാൻ ചെയ്തു. ആ ഘട്ടത്താണ് അവർ RCCയിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് രോഗനിർണ്ണയം നടത്താതെ ചികിത്സ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് പെറക്കോസ്കോപ്പിക് ബയോപ്സി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു. അവർക്ക് ക്യാൻസർ ഇല്ലായിരുന്നു, അവർക്ക് ഒരു ഫംഗൽ അണുബാധയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ബ്രെയിനിലും നെഞ്ചിനകത്തും ഈ ഫംഗൽ അണുബാധ മൂലമുള്ള വ്യതിയാനങ്ങളാണ് കണ്ടത്. അത് വളരെ നിസ്സാരമായ ഒരു ആന്റി ഫംഗൽ മരുന്ന് കൊടുക്കുകയും അത് പൂർണ്ണമായിട്ടും ബാധിക്കുകയും അതിനുശേഷം 1.5 കൊല്ലമായിട്ട് മാറുകയും 1.5 കൊല്ലമായിട്ട് ആ സ്ത്രീ വളരെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ രോഗനിർണയത്തിന്റെ ഒരു പ്രാധാന്യം, വളരെ പ്രാധാന്യം. അത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിൽ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിലുണ്ട്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ നെഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ളിൽ ഒരു ട്യൂമർ ഉണ്ടാവുക, അത് ട്യൂമർ ശരിക്കും പറഞ്ഞാൽ അത് ക്യാൻസർ ആണോ സാധാരണ ട്യൂമർ ആണോ തിരിച്ചറിയാൻ റേഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ CT സ്കാനോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഡോക്ടർമാരല്ലേ അത്തരം ആശുപത്രിയിലെ പറഞ്ഞു കൊടുക്കുന്നത് ഇത് ശരിക്കും നിങ്ങൾ ക്യാൻസർ ആയിരിക്കും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ചികിത്സ എടുക്കുക. പലപ്പോഴും എന്റെ അറിവിൽപ്പെട്ട പല രോഗികൾക്കും എനിക്ക് തന്നെ ഡോക്ടർക്ക് അറിയാവുന്ന ഒരു ലിംഫോമ എന്ന് പറയുന്നത് അതായത് അവസാനം ട്യൂബർകുലോസിസ് ആയിട്ട് മാറി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. കാരണം രോഗനിർണ്ണയത്തിന് ഇത് ഇതുപോലെ വളരെ ഒരു ഫലപ്രദമായ ഉപാധിയാണ്. തെറ്റായ ഡയഗ്നോസിസ് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലിംഫോമ ഇപ്പൊ ക്യാൻസർ അല്ലാത്ത ക്യാൻസർ ആക്കുന്നു. രണ്ടാമത്, ഇപ്പൊ ക്യാൻസർ ആവുന്ന കാര്യം ഈ എക്സ്റേ കണ്ടിട്ട് ഒരു ഷാഡോ ആണെന്ന് CT സ്കാൻ ഷാഡോ ആണെന്ന് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB ആണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ടും തെറ്റായ ഇതാണ്. അപ്പൊ ഈ രണ്ടിലും അപ്പൊ ഇതിനൊരു ടിഷ്യൂ ഡയഗ്നോസിസ് കിട്ടുന്നതിന് ഈ ഒരു ബയോപ്സി എടുക്കാൻ സാധിക്കുന്നത് മാത്രമല്ല രോഗിയെ സംബന്ധിച്ച് വളരെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഒരു ദിവസം ആശുപത്രി കിടക്കണം, അടുത്ത ദിവസം വീട്ടിൽ പോകാം, അടുത്ത ദിവസം പൂർണ്ണമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു സൗകര്യം ഈ കീഹോൾ സർജറിക്ക് ഈ അന്നനാള ക്യാൻസറിന് ഇത് എങ്ങനെയാണ്? അതെ, ഇനി ഞാൻ അതിലേക്ക് വരാം. ഈ ചികിത്സയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ആദ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഈ ആമാശയത്തിന് പുറമെ മലദ്വാരം, കുടൽ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നീട് അത് ഈസോഫാഗസ് അതായത് അന്നനാള ക്യാൻസറിനും അത് വളരെ ഫലപ്രദമായിട്ടും കണ്ടുവരുന്നുണ്ട്. മാത്രവുമല്ല നമ്മുടെ കിഡ്നിക്ക് വരുന്ന ക്യാൻസർ, അതുപോലെ തന്നെ മൂത്രസഞ്ചിക്ക് വരുന്ന ക്യാൻസർ, ഇതിനും ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ഗർഭാശയഗള ക്യാൻസർ, ഇതിനും കീഹോൾ സർജറി വളരെ ഉപകാരപ്രദമാണ്. അതായത് ഈ ശ്വാസകോശത്തിലെ ക്യാൻസർ വരുമ്പോഴേ സാധാരണ വളരെ ചികിത്സിക്കാൻ പ്രയാസമുള്ള ഒരു ഭാഗമായിട്ട് ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കീഹോൾ സർജറി ഡയഗ്നോസിസ് ചെയ്യുന്നതിന് ഉപകാരപ്രദമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ശ്വാസകോശ ക്യാൻസറുകളിൽ 10-20% മാത്രമേ സർജറി ചെയ്ത് മാറ്റുന്ന ഒരു സ്റ്റേജിൽ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കീഹോൾ സർജറി പലപ്പോഴും ഉപകാരപ്രദമാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പം ഈ കീഹോൾ സർജറി ചെയ്യുമ്പോൾ അതിന്റെ ചില ദോഷവശങ്ങളും ഉണ്ട്, അതിന്റെ ഗുണവശങ്ങളും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, പക്ഷേ അത് ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ രോഗികളോട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? നിങ്ങളുടെ ആന്തരിക അവയവത്തിൽ ഒരു രോഗം വരിക അല്ലെങ്കിൽ രോഗമെന്ന് സംശയിക്കുന്ന ഒരു അവസരത്തിൽ എന്ത് ചെയ്യണം? ആരെ സമീപിക്കണം? ആദ്യമായിട്ട് പറയാനുള്ളത്, അതിന് ഈ പ്രത്യേകിച്ചും ക്യാൻസറിന് പ്രാവീണ്യം സിദ്ധിച്ച ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തോ പോവുക.
കീഹോൾ സർജറി ഡോക്ടർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മടിക്കരുത്. കാരണം അത് ഒരു പുതിയ ചികിത്സാ സങ്കേതമാണ്. അതിന് വളരെയധികം പ്രോമിസസ് ഉണ്ട്. ഒരു നാളത്തെ ഒരു ചികിത്സാ രീതി എനിക്ക് പണ്ട് ഒരു വളരെ പ്രശസ്തനായ അമേരിക്കയിലെ ഒരു സർജൻ എന്നോട് പറയുകയുണ്ടായി, സർജറി ആൻഡ് ലാപ്രോസ്കോപ്പി വിൽ ബി മാൻ ആൻഡ് വൈഫ് വൺ ഡേ. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഈ പറയുന്ന കീഹോൾ ശസ്ത്രക്രിയ. ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ റോബോട്ടിക് സർജറിയെ കുറിച്ച്. എന്താണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകത? റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ കീഹോളിന്റെ ഒരു അടുത്ത ഘട്ടമാണ്. അപ്പം ഈ റോബോട്ടിക് സർജറിയുടെ പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ കീഹോൾ സർജറിക്കുള്ള ചില കുഴപ്പങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് കർവ് വളരെ ലോങ് ആണ്. അപ്പം ഡോക്ടർക്ക് പ്രാവീണ്യം സിദ്ധിക്കാനായിട്ട് കീഹോൾ സർജറിയിൽ കുറച്ചധികം സമയമെടുക്കും. പക്ഷെ റോബോട്ടിനെ സംബന്ധിച്ച് അതില്ല. റോബോട്ടിക് സർജറി ഓപ്പൺ സർജറിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ റോബോട്ടിക് സർജറിയിലേക്ക് പോകാൻ പറ്റും. മാത്രമല്ല അതിൻ്റെതായ എല്ലാം പിന്നെ മോട്ടോറൈസ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സർജന്റെ കയ്യിലുണ്ടാകുന്ന വിരലുകൊണ്ടൊന്നും ഈ ട്രമർ ഒന്നും ഒരിക്കലും പേഷ്യന്റ് അടുത്ത് മനുഷ്യന് സംഭവിക്കുന്നില്ല. അപ്പം മാത്രമല്ല വിഷൻ തന്നെ മറ്റേ ലാപ്രോസ്കോപ്പിൽ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഇതൊരു ത്രിമാന ചിത്രമാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ പല ഗുണങ്ങളും റോബോട്ടിക് സർജറിക്കുണ്ട്. പക്ഷെ ഒരേ ഒരു പ്രശ്നം റോബോട്ടിനുള്ള കോസ്റ്റ് ആണ്. റോബോട്ടിന് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കോസ്റ്റ് അല്ല, ഇതിപ്പോ ഒരു 10 ലക്ഷം രൂപ ലാപ്രോസ്കോപ്പി ആവുകയാണെങ്കിൽ 10 കോടി രൂപയാവും. അപ്പം എന്നാലും ഇന്ത്യയിലെ പല ആശുപത്രികളിലും 10-20ഓളം സെന്ററുകൾ, ബാംഗ്ലൂരിൽ തന്നെ ഇപ്പൊ 4 സ്ഥലങ്ങളിൽ വരാൻ പോവുകയാണ്. ഡൽഹിയിൽ 4-5 സ്ഥലങ്ങളിലുണ്ട്. അപ്പം അതും വളരെ പ്രജപ്രകാരം നേടിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം റോബോട്ടിക് സർജറിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നേരത്തെ കീഹോൾ ശസ്ത്രക്രിയയെ കുറിച്ച് പറഞ്ഞു, മൈക്രോവാസ്കുലർ ടിഷ്യൂ ട്രാൻസ്ഫർ ഡോക്ടർ പറയുകയുണ്ടായി, അവയവ പുനർനിർമ്മാണ ശസ്ത്രക്രിയ പറയുകയുണ്ട. ഇതൊക്കെ വെച്ച് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച്, ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്യാൻസർ ശസ്ത്രക്രിയയെ സംബന്ധിച്ച് പൊതുവായി നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ എവിടെയാണ് ഈ ശാസ്ത്രം നിൽക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് മലയാളം വാക്കുകൾ കിട്ടുന്നത്, പക്ഷേ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഈ പൊതുവെ വൻ കുതിച്ചുചാട്ടം. ആ ഒരു പഴയ ഒരു സിനാരിയോ അല്ലെങ്കിൽ പഴയ ഒരു ഇതേ അല്ല ഇപ്പോൾ ഉള്ളത്. വളരെയധികം മുന്നോട്ട് പോകാൻ നമ്മുടെ ഈ ശാസ്ത്രശാഖകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് അവയവ പുനർനിർമ്മാണ ശസ്ത്രക്രിയയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുപോലെ മൈക്രോവാസ്കുലർ ടിഷ്യൂ ട്രാൻസ്ഫർ, അതുപോലെ ലിംഫ് സാർവേസ് സർജറി എന്നൊക്കെ പറഞ്ഞത്, ഇതൊക്കെ തന്നെ ക്യാൻസർ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം മറ്റൊരു സംശയം, ക്യാൻസർ രോഗ ചികിത്സയുടെ ഫലത്തിൽ, ഗുണപരമായ ഫലത്തിൽ എന്താണ്? കാരണം വളരെ അടുത്ത കാലത്ത് നമുക്ക് ഈ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാന ധർമ്മം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക, പക്ഷെ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട് പേഷ്യന്റ് എന്തൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു അത് കുറയ്ക്കുക. അതിന് പറയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതും ക്യാൻസർ മാറുകയും വേണം, പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുകയും വേണം. ഈ 2 കാര്യങ്ങൾ സമഞ്ജസമായി കൊണ്ടുപോവുകയാണ് ഈ പറഞ്ഞ എല്ലാ ടെക്നോളജികളുടെയും ഒരു ആകത്തുക. ഇത്രയും മനസ്സ് വെച്ചുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഈ ഡെവലപ്മെന്റ് എല്ലാം മനസ്സ് വെച്ചുകൊണ്ട്, ശസ്ത്രക്രിയയിലുണ്ടായ മാറ്റങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട്, ഒരു രോഗിക്ക് ഒരു രോഗം വന്നാൽ, ക്യാൻസർ വന്നാൽ എന്താണ് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ട ഒരു മെസ്സേജ്? അവരോട് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക. അതേസമയം ഡോക്ടറെ ഒന്ന് ആലോചിച്ച് നോക്കുക, ക്യാൻസർ ചികിത്സയിൽ പ്രാവീണ്യം സിദ്ധിച്ച ഒരു സെന്ററിനെ ഡോക്ടറെ സമീപിക്കുക. അതായത് എന്തായാലും ഇത് വളരെ ഇപ്പം ടെക്നോളജിയെ സംബന്ധിച്ചുള്ള മുന്നേറ്റം, പ്രത്യേക ശസ്ത്രക്രിയയുടെ ആ സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം അത്ഭുതാവഹമാണ്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ് അത്. പക്ഷേ സാധാരണക്കാരിലെ എത്തുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അതിശയ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തരം ടെക്നോളജി, ഹൈടെക് ചികിത്സകൾ സാധാരണക്കാരൻ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഡോക്ടർ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് അഭിനന്ദനം അറിയിച്ചു കൂടി ചെയ്യുകയാണ്. എന്തായാലും ഡോക്ടറുടെ വാക്കുകൾ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. സ്വാഭാവികമായിട്ട് പണ്ട് വളരെ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന ക്യാൻസറിന് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ചികിത്സിക്കാൻ വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗനിർണയം പോലും നടക്കാതെ തന്നെ മറ്റു രോഗമാണെന്ന് കരുതി ചികിത്സിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ക്യാൻസർ കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ രോഗനിർണയം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. ആരോഗ്യ ഭാരതത്തിലേക്ക് വന്നതിന് നമുക്ക് നന്ദി പറയാം. നമസ്കാരം.